ഇന്ന് ടിഫിന് കൊടുക്കാനായിട്ട് ബ്രെഡ് മസാല ഉണ്ടാക്കുന്നത്. അപ്പം ബ്രെഡ് ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കടായി വെച്ചിട്ട് ഒരു 2 സവാള ഒന്ന് വഴട്ടാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 3-4 ചപ്പാത്തിയും കൂടി ഇരിപ്പുണ്ടായിരുന്നു നേരത്തെ ഫ്രിഡ്ജിൽ. അതുകൂടെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാമെന്ന് വെച്ച് ബ്രെഡും ചപ്പാത്തിയും കൂടെ മിക്സ് ചെയ്യാമെന്ന് വെച്ച്. അപ്പം ഞാൻ ഈ സവാള ഒന്ന് വഴന്ന് വന്നിട്ട് അതിലേക്ക് ഇച്ചിരി ക്യാരറ്റും ക്യാപ്സിക്കവും കൂടെ ഒന്ന് ഇട്ടിട്ടുണ്ട്. അതുകൂടെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അതൊന്ന് ഇച്ചിരി വാടി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂണോളം ഗരം മസാല എന്നിട്ട് ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ട് അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ടൊമാറ്റോ സോസും ഒഴിച്ച് എന്നിട്ട് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഈ ബ്രെഡൊക്കെ ഒന്ന് സോക്കാവാനായി. വെള്ളം ഒരു 3-4 ടേബിൾ സ്പൂണേ ഒഴിച്ച് കാണത്തുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് ആ ചപ്പാത്തി ഇട്ട് ബ്രെഡും ഇട്ട് ഇച്ചിരി മല്ലിയില ഉണ്ടായിരുന്നു അതുകൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് 2 സ്പാച്ചുല വെച്ച് ഇങ്ങനെ ഇളക്കിയതിന് ശേഷം ഞാനൊരു പിഞ്ച് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ അതിലോട്ട് വിതറിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബ്രെഡും ചപ്പാത്തിയും കൂടെയുള്ള മസാല റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ്. ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായി ഇത്. അപ്പോൾ അതിനെല്ലാം കഴിഞ്ഞതിന് ശേഷം കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അരി കഴുകി അടപ്പത്തിട്ടിട്ടുണ്ട്. അരിയൊക്കെ ഇപ്പോൾ തിളച്ച് വന്നു. പിന്നെ കുടിക്കാനായിട്ട് വെള്ളവും അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പാൽപ്പാട എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഉരുക്കി നെയ്യാക്കാനായിട്ട് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തോരൻ വെക്കുന്നത് ചെറുപയർ തോരനെ കുറേ നാളായി ചെറുപയർ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ട് കറിവേപ്പില ഇട്ട് പൊട്ടിച്ച് പിന്നെ ഒരു സവാളയും ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതുകൂടെ ആ സവാളയിലോട്ട് ഇട്ടതിന് ശേഷം വെന്ത പയർ ഒത്തിരി വെന്തിട്ടില്ല. ഒരു വിസിൽ വന്നിട്ട് ഞാൻ പ്രഷർ കുറേ തുറന്ന് വിട്ടു. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്തിട്ട് ഈ ചെറുപയർ ഇതിലിട്ടിട്ടുണ്ട്. ഇച്ചിരി കൂടെ വേവാൻ വെള്ളം വേണമായിരുന്നു. ഇട്ടിട്ട് അതൊന്ന് ഇളക്കി അടപ്പത്തിങ്ങനെ ചെറുതീയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം പറ്റുമ്പം അതങ്ങ് ചിക്കി തൊത്തി എടുത്താൽ മതി. പിന്നെ ഒരു മുട്ടക്കറി വെക്കുന്നുണ്ട്. ചട്ടി വെച്ച് ഓയിലൊഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്കൊരു മീഡിയം സൈസിലുള്ള 2-3 സവാള ഇടുന്നുണ്ട്. കറിവേപ്പില പൊട്ടി വന്നുകൊണ്ട് സവാളയും കൂടി ഇട്ട് കുറച്ച് ഉപ്പൂടെ ഇട്ടിട്ട് ഇതൊന്ന് വഴട്ടിയെടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3-4 വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു വലിയ ടൊമാറ്റോയുടെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായി ഇളക്കി ഇച്ചിരി നേരം ഞാൻ അടച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് വാടി വരാൻ. ഇപ്പോൾ ഇത് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൊണ്ടിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഇച്ചിരി നേരം ഒന്ന് മസാലയൊക്കെ ഒന്ന് മൂത്ത് വരാനായിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അരപ്പൊന്ന് തിളച്ച് വരട്ടെ. അരപ്പൊന്ന് തിളച്ച് വന്നാൽ മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അത് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.